പത്തനംതിട്ടയിൽ 45 വയസ്സുകാരൻ ബന്ധുവായി 27 വയസ്സുകാരന്റെ മർദ്ദനമേറ്റ് മരിച്ചു. കുളത്തുമൺ അംബേദ്കർ ഉന്നതിയിലെ അനിലാണ് മരിച്ചത്. അനിലിന്റെ ജ്യേഷ്ഠന്റെ മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു. തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ് വിവരങ്ങൾ. നമുക്കൊരു പ്രതികരണം കേൾക്കാം. വെള്ളം കഴിഞ്ഞ് എൻ്റെ അനിയച്ചാരും കിണറിൽ കയറി വന്നു. അതിൻ്റെ പുറകെ ഇവനും കയറി വന്നു. അവിടെ ഭയങ്കര ചീത്തുകൂടിയും ബഹളവും ആയി ഭയങ്കര ഇതായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചേട്ടൻ്റെ മോൻ മുടിക്കെല്ലാം അവിടെ പിടിച്ച് അങ്ങനെ അവനെ മറ്റവനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടു. സുധീഷിനെ കെട്ടിയിട്ടു. ഇവൻ എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. എന്താ പുള്ളി ചവിട്ടിയാണോ? ചവിട്ടിയതായിരിക്കാം, അല്ലാതെ നാവികണ്ടായിരിക്കും. ഇങ്ങനെ കുത്തി പിടിച്ചതില്ലേ, മുടി ഇത് വളർത്തിയിട്ടുണ്ട്. പിന്നെ അവനെ പിടിച്ച് ഞാൻ കെട്ടിയിട്ടു. പിന്നെ അവനെ ഒരുപാട് അഴിച്ചുകൊണ്ട് പോയി. പൊടിക്കൊച്ചുണ്ടായിരുന്നു. അതിനെ കൊണ്ട് ഇട്ടിട്ട് രണ്ടാമത് വന്നു. അന്നേരം സാറന്മാർ വന്നു. അപ്പോൾ പോലീസും ആംബുലൻസും ഒക്കെ വന്നു. സാറന്മാർ ആംബുലൻസ് വിളിക്കുന്നത്. എന്നിട്ട് നേരെ എങ്ങോട്ടാ കൊണ്ടുപോയി? ഹോസ്പിറ്റലിൽ. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, എപ്പോഴാണ് പ്രവീൺ ഈ ആക്രമണമൊക്കെ ഉണ്ടായത്? ഈ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചോ? ഗുഡ് മോർണിംഗ് മാധു. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ സംഭവിച്ചത്. രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അവിടെ കുളത്തുമണ്ണിൽ ഒരു ബന്ധുവീട്ടിലേക്ക് ഈ പ്രതിയായിട്ടുള്ള സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്തുന്നു. അവിടെ ഒരു വീടുമായി ബന്ധപ്പെട്ട തർക്കമാണ്. സുധീഷിന്റെ സ്വന്തം പിതാവിന്റെ സഹോദരനെ ചവിട്ടിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധീഷിന്റെ പിതാവ് അദ്ദേഹം ഈ പറയുന്ന പ്രദേശത്ത് കുളത്തുമണ്ണിൽ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. സുധീഷിന്റെ പിതാവ് തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. സുധീഷ് പലപ്പോഴും അവിടെ ജോലി സംബന്ധമായി കുളത്തുമൺ എന്ന സ്ഥലത്തേക്ക് വരാറുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ സുധീഷിന്റെ പിതാവിന്റെ സഹോദരനും മരണപ്പെട്ട അനിൽ എന്ന ആളും അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കൊല്ലപ്പെട്ട അനിൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ പറയുന്ന സുധീഷിന്റെ പിതാവ് നിർമ്മിച്ച വീട്ടിൽ തൽക്കാലം തങ്ങാറുണ്ടായിരുന്നു. അത് സുധീഷിന് ഇഷ്ടമായിരുന്നില്ല. സുധീഷ് തന്റെ ഭാര്യയ്ക്കൊപ്പം ഒരു വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ തന്റെ പിതാവ് നിർമ്മിച്ച വീട്ടിൽ തന്റെ പിതാവിന്റെ സഹോദരൻ ജോലി സംബന്ധമായി തങ്ങുന്നതിനെ ചൊല്ലി ഇരുവരും ഇതിനു മുമ്പ് തർക്കം നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട്. ഇന്നലെയും പതിവ് പോലെ അനിൽ അവിടേക്ക് എത്തിയിരുന്നു, ആ വീട്ടിൽ തങ്ങിയിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് സുധീഷ് അവിടേക്ക് എത്തുകയായിരുന്നു. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിലിനെ സുധീഷ് ആക്രമിക്കുന്നത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇതിനിടയിൽ സുധീഷ് ഈ സ്വന്തം പിതാവിന്റെ സഹോദരന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ബഹളം കേട്ട് അവിടേക്ക് മറ്റു ആളുകളൊക്കെ ഓടിയെത്തി. അപ്പോൾ അവിടെ വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ അനിൽ എന്ന് പറയുന്ന 45-കാരൻ. വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും സ്ഥലത്തേക്ക് എത്തി. ഇതിനിടയിൽ ഈ പ്രതിയായിട്ടുള്ള സുധീഷിനെ ബന്ധുക്കൾ തന്നെ അവിടെ കെട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. രക്ഷപ്പെടാതിരിക്കാനായി കെട്ടിയിട്ടു. അങ്ങനെ പോലീസ് വന്ന് ഈ സുധീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പരിക്കേറ്റ് നിലത്ത് കിടന്നിരുന്ന അനിലിനെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ധുക്കൾ പറയുന്നത് ഇവർ തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ നടന്നിരുന്നു. ഈ പ്രതിയായിട്ടുള്ള സുധീഷ് നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്, പോക്സോ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ വേണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സുധീഷ് ക്രൂരമായി സ്വന്തം പിതാവിന്റെ സഹോദരനെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ആ മർദ്ദനമേറ്റാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഒരു അനുമാനം. പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും പത്തനംതിട്ടയിലാണ് ഈ പ്രശ്നമുണ്ടായത്. ബന്ധുക്കൾ തമ്മിലാണ് ഈ സംഘർഷമൊക്കെ ഉണ്ടായത്. ഒരു വീടിനെ കുറിച്ചുള്ള തർക്കം. അതിനെ തുടർന്നാണ് ബന്ധുവിന്റെ മർദ്ദനമേറ്റ് ഈ ആൾക്ക് മരണമുണ്ടായത്.